ശബരിമലയിലെ നെയ് ക്രമക്കേടിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കേസ് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ദേവസ്വം മന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം വിജിലൻസിനോട് നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷിക്കാനാണ് ദേവസ്വം വകുപ്പ് ഉത്തരവിട്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് അന്വേഷണ ചുമതല. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും ദേവസ്വം മന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം ശബരിമലയിലെ നെയ് വിതരണവുമായി ബന്ധപ്പെട്ട് മിൽമയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് മിൽമ നൽകുന്ന വിശദീകരണം. നെയ് വിതരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മിൽമ ചെയർമാൻ പ്രതികരിച്ചു. മിൽമയുടെ ഉൽപ്പന്നങ്ങളിൽ യാതൊരു കൃത്രിമവും നടന്നിട്ടില്ലെന്നാണ് മിൽമ ചെയർമാന്റെ ന്യായീകരണം. ശബരിമലയിൽ അരവണ നിർമ്മാണത്തിനായി എത്തിച്ച മിൽമ നെയ്യിൽ വിതരണത്തിൽ വൻ ക്രമക്കേടും ഗുണനിലവാരമില്ലായ്മയും കണ്ടെത്തിയിരുന്നു. ഉയർന്ന നിലവാരമുള്ള മിൽമ നെയ്യ് സ്വകാര്യമായി മറിച്ചുവിറ്റ് പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള വില കുറഞ്ഞതും നിലവാരം കുറഞ്ഞതുമായ വ്യാജ നെയ്യ് മിൽമ പാക്കറ്റുകളിലായി ശബരിമലയിൽ എത്തിച്ചു എന്നാണ് പ്രധാന ആരോപണം. ജനം, തിരുവനന്തപുരം.